അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പേജ് നമ്പർ 192 ക്വസ്റ്റ്യൻ നമ്പർ 3. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 192 ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതിൻ്റെ ആൻസർ കുറച്ച് നീളത്തിലുണ്ട്, കുറച്ച് കൂടുതലായിട്ട് ചെയ്യണം. ബോർഡിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. എന്താണ്? ദ ലാറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് സ്ക്വയർ പിരമിഡിൻ്റെ ആ വരച്ച് നോക്കാം. ഇത്രയും വരച്ചാൽ മതി. നിങ്ങളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അല്ലാതെ ഫുള്ള് ഇങ്ങനെ 4 വരയ്ക്കണ്ട കേട്ടോ. ഇത്രയും വരച്ചാൽ മതി. അപ്പം ഒരു സ്ക്വയർ പിരമിഡ്, അതിൻ്റെ ലാറ്ററൽ ഫേസ് എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഞാൻ പറഞ്ഞു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സൈഡും ഈക്വലായ ട്രയാങ്കിൾ ആണ് ഇക്വിലാറ്ററൽ. അതായത് ഇവിടെ 30 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ സൈഡുകളും 30 തന്നെ ആയിരിക്കും അല്ലേ? അപ്പം നമ്മൾ ഇതിനകത്ത് വില കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് 30 ആണ്. ഇത് രണ്ടും 30 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 30. അപ്പം ഇതും 30, ഇതെല്ലാം 30 ആണ്. അതായത് ഇതിനകത്ത് തന്നിരിക്കുന്ന ഏതൊക്കെ അക്ഷരങ്ങളാണ്? ഇതിനകത്ത് തന്നിരിക്കുന്നത് എന്താണ്? എ ആണ് ഒരെണ്ണം അല്ലേ? എ 30 എന്നുണ്ട്. പിന്നെ എന്താണ് തന്നിരിക്കുന്നതെന്ന്? ഈ പാർശ്വവാക്കാണ് തന്നിരിക്കുന്നത്. പാർശ്വവാക്കിനെ നമ്മൾ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? ഇ ആണ് അല്ലേ? പാർശ്വവാക്ക് ഇ ആണ്. ഇയും 30 എന്ന് തന്നിരിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. അതായത് പാദവക്ക് എത്രയാണ്? 30. അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ പാർശ്വവക്കും 30 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉപരിതല പരപ്പളവ്. അതിന് നമ്മൾ a² + 2al ആണ് വാക്യം. TSA ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ a² + 2al. ഇതിനകത്ത് നമുക്ക് വേണ്ടത് എയും എല്ലും ആണ്. ഇവിടെ എൽ ഉണ്ടോ? ഇല്ല. അപ്പം എല്ല് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫോർമുല പഠിച്ചിരുന്നു. ഇതാണ് എല്ല് അല്ലേ? അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു മട്ട ത്രികോണമാകുന്നുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ എ ടോട്ടൽ 30 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 15 എന്ന് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ അതിൻ്റെ ബേസ് നമുക്കറിയാം 15 ആണ്. ഈ സൈഡ് 30 ആണ്. നമുക്ക് വേണ്ടത് എല്ലാണ്. ഈ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് അറിയാം ഇതെന്തുവാണ്? ലംബമാണ്. പൈതഗോറസ് തിയറം അനുസരിച്ച് ഇത് ലംബമാണ്. ലംബം കാണുന്ന എന്താണ് വാക്യം? റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. അപ്പോൾ നമുക്ക് എൽ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് E² മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇന്നലെ ഞാൻ കാണിച്ചാണ്. എൽ ഈസ് ഈക്വൽ ടു E² മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. ഈ എത്രയാണ്? 30 ആണ്. 30 സ്ക്വയർ മൈനസ് 30/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. 30 സ്ക്വയർ മൈനസ് 30/2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എത്രയാണ്? 30ന്റെ സ്ക്വയർ 900 ആണ്. 900 മൈനസ് 30/2 എത്രയാണ്? 15. 15. ഓക്കെ, ഒരു സ്റ്റെപ്പ് കൂടി എഴുതിക്കോളൂ. 30 സ്ക്വയർ മൈനസ് 30/2 15. 15 സ്ക്വയർ എന്ന് വരുന്നു അല്ലേ? അപ്പോൾ അത് 30ന്റെ സ്ക്വയർ എത്രയാണ്? 900 മൈനസ് 15ന്റെ 225. നമുക്ക് ബാക്കി റൂട്ട് 675 എന്നാണ് വരുന്നത്. റൂട്ട് 675. ഇതൊരു പൂർണ്ണവർഗമാണോ? അല്ല. അപ്പൊ നമുക്കത് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 675നെ റൂട്ട് കാണാൻ ഫാക്ടറൈസ് ചെയ്താൽ മതി. 675 ആകുമ്പോൾ 5 കൊണ്ട് ചെയ്യാം അല്ലേ? 135 എന്ന് വരുന്നു. വീണ്ടും ഒറ്റയുടെ സ്ഥാനത്ത് 5 ആയതുകൊണ്ട് വീണ്ടും 5 കൊണ്ട് തന്നെ ചെയ്യാം. അപ്പൊ എത്ര വരും? 27 എന്ന് വരുന്നു. 27നെ ഏതുകൊണ്ടായിരിക്കാം? 3 കൊണ്ട് ഹരിക്കാം. 3 9 വീണ്ടും 3 കൊണ്ട് 3 അല്ലേ? അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് വരുന്നത് എങ്ങനെയാണ്? 5 × 5 × 3 × 3 × 3 ഇങ്ങനെയാണ് ഇത് വരുന്നത്. റൂട്ട് 675 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? റൂട്ടിനകത്ത് ഈ ഫാക്ടേഴ്സ് എല്ലാം എഴുതാം. 5 × 5 × 3 × 3 × 3 എന്ന് വരും. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റൂട്ടിനകത്ത് 2 എണ്ണം വരികയാണെങ്കിൽ ഒരെണ്ണം നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ? 2 5ന് പകരം നമ്മൾ ഒരു 5 പുറത്തേക്ക് എടുക്കുന്നു. ഇൻറ്റു ഇവിടെ ഈ 2 3ന് പകരം ഒരു 3 പുറത്തേക്ക് എടുക്കാം. പക്ഷെ ഒരു 3 ഒറ്റയ്ക്ക് എടുക്കാം, അത് പുറത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് റൂട്ടിനകത്ത് തന്നെ കിടക്കും. റൂട്ട് 3 എന്ന് വരും അല്ലേ? അപ്പൊ 5 × 3 15. 15 റൂട്ട് 3 എന്നാണ് റൂട്ട് 675ന്റെ വില കിട്ടുന്നത്. 15 റൂട്ട് 3. അപ്പൊ നമുക്ക് എല്ലിന്റെ വില കിട്ടി. എൽ ഈസ് ഈക്വൽ ടു റൂട്ട് 15
15√3 എന്നാണ് എല്ലിന്റെ വില കിട്ടിയത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. എല്ല് ഡയറക്റ്റ് തന്നിട്ടില്ല, നമുക്ക് എല്ല് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ബാക്കി ഇന്നലെ പഠിച്ചിരുന്നു. ഇയും എയും തന്നു കഴിഞ്ഞാൽ എല്ല് കണ്ടുപിടിക്കുന്ന എൽ = E² - A/2 ദ ഹോൾ സ്ക്വയർ. രണ്ടിന്റെ വില 30 ആണ്. 30² - 30/2 ദ ഹോൾ സ്ക്വയർ. അതിനുശേഷം 30ന്റെ സ്ക്വയർ -30/2 15 സ്ക്വയർ. 30ന്റെ സ്ക്വയർ 900 എന്ന് വരുന്നു. 15ന്റെ സ്ക്വയർ 225. അത് കുറയ്ക്കുമ്പോൾ √675. റൂട്ട് കാണാനായിട്ട് വർഗം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വർഗ്ഗമൂലം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്യുക, എന്നിട്ട് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ മതി. ഇപ്പോൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് 5 5 3 3 3 എന്ന് കിട്ടി. അത് നമ്മൾ റൂട്ടിനകത്ത് എഴുതിയിട്ട് റൂട്ടിനകത്ത് രണ്ടെണ്ണം ഒരേ സംഖ്യ രണ്ടെണ്ണം വന്നാൽ അത് ക്യാൻസൽ ആയിട്ട് ഒരെണ്ണം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ 2 5 അതിനെ നമ്മൾ ക്യാൻസൽ ആക്കിയിട്ട് ഒരു 5 പുറത്തേക്ക് എടുത്തു. അടുത്ത 2 3 ഉണ്ട്, ഇതും ക്യാൻസൽ ആക്കിയിട്ട് ഒരു 3 പുറത്തേക്ക് എടുത്തു. ഇനി ഒരു 3 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ 3 എടുക്കാതെ, പക്ഷെ ഇവിടെ ഇത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് അതിനെ പുറത്തെടുക്കാൻ പറ്റില്ല, അത് ആ റൂട്ടിനകത്ത് തന്നെ കിടക്കും. അതിനുശേഷം 5 × 3 15√3. അപ്പോൾ എല്ല് വരെ കിട്ടി. അപ്പം നമുക്ക് എല്ല് കിട്ടി. എല്ല് 15√3 15√3 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ എയും ഉണ്ട് എല്ലും ഉണ്ട്, ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. എ ആയി എത്രയാണ് 30, എല്ല് 15√3. ഇനി ഇതിനനുസരിച്ച് ഇവിടെ വില കൊടുത്താൽ മതി അല്ലേ. A² + 2AL എന്നാണ് നമ്മുടെ ബാക്കി. എയുടെ 30 സ്ക്വയർ പ്ലസ് 2AL എന്ന് പറഞ്ഞാൽ 2 × A × L 2 × A 30 × L 15√3. ഇനി 30ന്റെ സ്ക്വയർ എത്രയാണ് 900 പ്ലസ് 2 3 60 60 × 15 900 900√3 എന്ന് വരും. 30ന്റെ സ്ക്വയർ 900 ഇവിടെ ഗുണിക്കുമ്പോൾ 2 × 3 ഇത് 3 6 15 6 90 ഒരു 0 900√3. ഇനി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് √3യുടെ വില എത്ര എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. √3യുടെ വില എത്രയാണെന്ന് 9ലൊക്കെ പഠിച്ചിട്ടുണ്ട്. √3 = എത്രയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് √3യുടെ വില 1.73 ആണ്. √3 = 1. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നമുക്ക് 2 അക്കം മതി, 1.73 എന്ന് വരെ മതി. √3യുടെ വില 1.73. ആ വില ഇവിടെ ഇട്ട് കൊടുക്കുക. ഇത് ഈ 900 + 900 ചെയ്യരുത്, നമ്മൾ ചെയ്യേണ്ടത് 900 പ്ലസ് ഇത് ഗുണിച്ചതിന് ശേഷം മാത്രമേ കൂട്ടാവുള്ളൂ. 900 × 1.73 എന്ന് വരും അല്ലേ. 900 × 1.7, ഇവിടെ 900 ഉണ്ട്, 900 + 900 × 1.73. അപ്പോൾ നമുക്കത് ഗുണിക്കുന്നത് എങ്ങനെയാണ്? 173നെ 9 കൊണ്ട് ഗുണിക്കാം. ആയിരത്തി 557 അല്ലേ. ഇവിടെ 2 0 ഉണ്ട്, നമ്മൾ 0 ഇല്ലാതെ ഗുണിച്ചു, ആൻസറിനകത്ത് 0 ഇട്ടു. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ 2 സ്ഥാനം മാറ്റി ഒരു ദശാംശം വരുന്നുണ്ട് അല്ലേ. 2 ഡെസിമൽ പോയിന്റ് ഉണ്ട്. നമ്മൾ ആൻസറിലും 2 എണ്ണം കൊടുക്കുമ്പോൾ ഈ ഇവിടെ വരും 1557.00 എന്ന് വരും. പിന്നെ ആ 00യുടെ ആവശ്യമില്ല, പോയിന്റ് കഴിഞ്ഞ് 0 മാത്രം ഉള്ളെങ്കിൽ അത് വേണ്ട. അപ്പം 1557 എടുത്താൽ മതി. 900 + 1557 2457 എന്ന് വരും. 2457 സ്ക്വയർ സെന്റിമീറ്റർ. ഇത്രേ ഉള്ളൂ, മനസ്സിലായല്ലോ. അപ്പൊ ഈ √3യുടെ ഒരു ഇത് വരുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ഇത് വന്നത്, അത് ശ്രദ്ധിക്കുക. √3യുടെ വില 1.73 ആണ്. നമ്മളിവിടെ 900 × 1.73 കൊടുത്തു. അത് ചെയ്തപ്പോൾ 1557 എന്ന് വരും. ഇപ്പൊ 900 + 1557 2457. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇത് അടുത്ത ഒരു റൂള് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ് വിത്ത് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു ദ ബേസ് ഏരിയ? പാർശ്വതല പരപ്പളവ് പാദ പരപ്പളവിന് തുല്യമായ ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ കഴിയുമോ? ഇതിനകത്ത് ഫിഗേഴ്സ് ഒന്നുമില്ല, എയോ എല്ലോ അങ്ങനത്തെ സംഖ്യകളൊന്നും തന്നിട്ടില്ല. ഇതൊരു ചോദ്യമാണ്. അതായത് പാദ പരപ്പളവും പാർശ്വതല പരപ്പളവും ഈക്വൽ ആയിക്കൊണ്ട് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ബേസ് ഏരിയയും
ലാറ്ററൽ സർഫസ് ഏരിയയും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ ചോദ്യം. അപ്പോൾ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്തായാലും സ്ക്വയർ പിരമിഡിന് ഒരു ഹൈറ്റ് ഉണ്ട് അല്ലേ? സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ നേരെ നിലത്ത് മുട്ടിയല്ല നിൽക്കുന്നത്, അതിങ്ങനെ പൊങ്ങിയല്ല നിൽക്കുന്നത്. ആ ഹൈറ്റ് ഉണ്ടോ എന്നാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നോക്കേണ്ടത്. ഹൈറ്റ് ഉണ്ടെങ്കിൽ എന്താണ്, സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ പറ്റും. അതായത് സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്താണ്, സ്ക്വയർ പിരമിഡിന് ഒരു ഹൈറ്റ് ഉണ്ടാവണം. അപ്പോൾ ഇതിനകത്ത് പാദ പരപ്പളവും ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ പാർശ്വ പരപ്പളവും ഈക്വൽ ആയിട്ട് ഒരു സമചതുര സ്തുതി ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സമഭുജ ത്രികോണം, ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ √3a²/4 ആണ്. അങ്ങനെ നമ്മുടെ സമചതുര സ്തൂപിക ആകുമ്പോഴത്തേക്കും ഒരു ട്രയാങ്കിൾ ആണോ ഉള്ളത്? അല്ല, 4 എണ്ണം ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് ടോട്ടലായിട്ട് എടുക്കാം. അതിന് നമ്മൾ പാർശ്വമുഖത്തിന്റെ വിസ്തീർണത്തിന് ഇന്നലെ പഠിച്ച എങ്ങനെയാണ്, ലാറ്ററൽ സർഫസ് ഏരിയ LSA എന്ന് പഠിച്ചല്ലേ? LSA ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ പാർശ്വമുഖ പരപ്പളവ്. അതിനുള്ള വാക്യം LSA ടോട്ടലായിട്ട് എടുക്കുമ്പോൾ ഒരെണ്ണത്തിന് √3a²/4 ആണെങ്കിൽ 4 എണ്ണം ഉണ്ട്. 4 × √3a²/4 എന്ന് വരും അല്ലേ? അതായത് √3a²/4 ഒരെണ്ണത്തിന്. അപ്പം അങ്ങനത്തെ 4 എണ്ണം ഉണ്ട്. 4 × √3a²/4. അതിനകത്തും നമുക്ക് ഈ 4ഉം 4ഉം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്താണ് ബാക്കിയുള്ളത്? √3a² എന്ന് മാത്രമേ ഉള്ളൂ. √3a², ഇത്രേ ഉള്ളൂ. അപ്പം എളുപ്പം നമുക്ക് ഉപരിതല വിസ്തീർണം കാണാൻ, പാർശ്വമുഖ വിസ്തീർണം വേഗത്തിൽ കാണാൻ പറ്റും. LSA കാണാൻ √3a² കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഫോർമുല അത് ചെറുതായിട്ട് മാറും. നമ്മൾ a² + 2al എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വരുമ്പോഴത്തേക്കും a² + √3a² എന്ന് ചെയ്താൽ മതി. ഇനി ഇത് എല്ലാം കൂടെ പഠിച്ച് കുളമാവുന്നെന്ന് തോന്നുന്നെങ്കിൽ ആദ്യത്തെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഇതെല്ലാം അറിയാവുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊന്ന് പഠിച്ചിരിക്കുകയും ചെയ്യാം. സമഭുജ ത്രികോണം അതൊന്ന് ഓർത്തിരിക്കുക, 9ൽ പഠിച്ചല്ലേ, മറന്നു കിടക്കുമായിരിക്കും. അപ്പം സമഭുജ ത്രികോണം ആണെങ്കിൽ അതിൻ്റെ ഏരിയ √3a²/4. അങ്ങനെ 4 എണ്ണം ഉള്ളപ്പം 4ഉം 4ഉം ക്യാൻസൽ ആയി പോയിട്ട് √3a². അപ്പം പാർശ്വമുഖ വിസ്തീർണം കാണാനായിട്ട് ഇത് ചെയ്താൽ മതി, √3a². നമ്മൾ ഉപരിതല വിസ്തീർണം കാണാനുള്ള കോമൺ ആയിട്ടുള്ള ഫോർമുല എങ്ങനെയാണ്? a² + 2al അല്ലെങ്കിൽ √3a². ഇതിന് നമുക്കൊരു വാക്യമുണ്ട്, പാദവിസ്തീർണം പാർശ്വമുഖ വിസ്തീർണം. അതല്ലേ, പാദ പരപ്പളവ് + പാർശ്വമുഖ പരപ്പളവാണ്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ അനുസരിച്ചാണ് ഈ √3 ഇത് വന്നത്. ഇത് പാർശ്വമുഖ സമഭുജ ത്രികോണം ആകുമ്പോഴത്തേക്കും പാർശ്വമുഖ വിസ്തീർണം എന്നുള്ളത് നമ്മൾ √3a² എന്ന് എടുത്താൽ മതി. ഇനി വില കൊടുക്കുക. a² എത്രയാണ്? a 30 ആണ്. a² എന്നുള്ളത് 30² + √3 × 30² അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? 30ന്റെ സ്ക്വയർ 900 + 900 × √3. മുമ്പ് വന്ന പോലെ തന്നെ വന്നു. 900 + 900 × √3യുടെ വില 1.73. നമ്മൾ മുമ്പേ ചെയ്തായിരുന്നു. എത്ര കിട്ടി? 900 + 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ 1557 വരും. 900 + 1557, ആൻസർ 2457 സ്ക്വയർ സെന്റിമീറ്റർ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഓർക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ചെയ്യുവാണെങ്കിൽ ആ പേപ്പർ നോക്കുന്നവർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് പഴയ കാര്യങ്ങളും അറിയാം. ഇനി അഥവാ എല്ലാം കൂടെ പഠിച്ച് ബുദ്ധിമുട്ടാവും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇയും എയും തന്നിട്ടുണ്ട്, അവിടുന്ന് L കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ നേരെ ചെയ്യുന്ന പോലെ a² + 2al വീഡിയോയ്ക്ക് ആദ്യമേ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്താലും മതി.